35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ഖിലാഫത്ത് ദിന യോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ഖിലാഫത്ത് ദിന യോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. 1908 ഇന്ത്യയിലെ പഞ്ചാബിലുള്ള ഖാദിയാനിൽ വെച്ച് ഇമാം മഹ്ദി മിർസ ഗുലാം അഹമ്മദിന്റെ വിയോഗാനന്തരം സ്ഥാപിതമായി ഇന്നേക്ക് 117 വർഷം പൂർത്തിയായതും ലോകത്തിലുടനീളമുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും 5ാമത്തെ ഖലീഫ മിർസ മസ്റൂർ അഹമ്മദിന്റെ കീഴിൽ ഖിലാഫത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വ്യാപിച്ചു കിടക്കുന്ന 217 രാജ്യങ്ങളിലെ എല്ലായിടത്തും വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ സംഘടിപ്പിച്ചതുപോലെ ഖിലാഫത്ത് ദിനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വല്ലങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ശിക്ഷണ വിഭാഗം സെക്രട്ടറി അബ്ദുറഹീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചേലക്കര പ്രാദേശിക പ്രസിഡന്റും തൃശൂർ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് അമീറുമായ M. സുബൈർ അഹമ്മദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. യോഗത്തിൽ മൌലവി ഗുലാം അഹമ്മദ്, മൌലവി മുഹമ്മദ് സലീം, ഇർഷാദ് അഹമ്മദ്, ആസിഫ് സലീം, മസ്റൂർ അഹമ്മദ്, റമീസ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ അഹമ്മദിയ ബാലിക സംഘടനയായ നാസിറുത്തുൽ അഹമ്മദിയയുടെ സംഘഗാന പരിപാടിക്ക് മാറ്റുകൂട്ടി. ഞാൻ ഉപദേശിക്കുകയാണ്. അവർ ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മവെക്കണം. എന്തെങ്കിലും കാര്യം ഓർമ്മവെക്കുന്നതിന് വർഷത്തിൽ പ്രത്യേകമായ ഒരു ദിവസം ആചരിക്കുക എന്നത് മുൻകാല സമൂഹങ്ങളിലെ പതിവാണ്. ഞാൻ ഉപദേശിക്കുകയാണ്, വർഷത്തിൽ ഒരു ദിവസം ഖിലാഫത്ത് ദിനമായി ആചരിക്കും. ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനത്തിൽ നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം തങ്ങളുടെ പഴയകാല ന്യൂസ് ഡെസ്ക് CCV.